ഹായ് ഗൈസ്, സംഭവമൊന്നുമില്ല. നമ്മുടെ ഡേ 2 ആണിന്ന്. പക്ഷെ ചെറിയ പ്രശ്നം. ഇത് രാവിലെ ഉറക്കത്തിൽ എണീറ്റപ്പോഴല്ലോ ഒരുത്തം വിളിച്ചിട്ട് പറയാം, എടാ ഞാൻ നാളെ ജർമ്മനിക്ക് പോകാമെന്ന്. എന്തായിരിക്കും നാളെ ജർമ്മനിക്ക് വന്നാൽ ഇന്ന് വിളിച്ചിട്ട് പറയാം നാളെ പോകുന്നു. അതൊരു ബെസ്റ്റ് ഫ്രണ്ട്. അതിലും വലിയ ചതി എന്തിട്ടുള്ളത്. അവൻ സർപ്രൈസ് തന്നൊരു സർപ്രൈസ്. അപ്പോൾ നമ്മുടെ ജിമ്മിനേക്കാളും വലുതാണ് അത് എന്തായാലും. കാരണം ജിമ്മിൽ നാളെയും പോകാം, പക്ഷെ ചെക്കനെ നമുക്ക് നാളെ കാണാൻ പറ്റില്ലല്ലോ. ഇനി 4-5 വർഷം കഴിഞ്ഞിട്ട് കാണാൻ പറ്റുള്ളൂ. സോ നമുക്കിന്ന് നേരെ കുളി കഴിഞ്ഞു, നേരെ അവൻ്റെ വീട്ടിലേക്ക് പോകാം. അവനെ കാണിച്ചു തരാം. ഒന്നും നോക്കിയില്ല, നേരെ വണ്ടി എടുത്ത് നേരെ അവൻ്റെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചിട്ടോ. സമയം കളയാണ്ട് നേരെ നമ്മൾ കസേരം മലർന്നിരിക്കുന്നുണ്ടോ. ഇവനാണ് ഇവൻ. ഉച്ചയ്ക്കോട്ട് മരം ഇവിടെ ഇരിക്കാട്ടോ. ഞാൻ ഇപ്പം എത്തിയുള്ളൂ. കുറച്ചേരം നമ്മളെങ്കിൽ രാത്രി അപ്പോഴേക്കും ഫുഡ് വന്നു, ബിരിയാണി, നല്ല കിടിലം ബിരിയാണി. അത് കഴിഞ്ഞൊരു ഉറക്കം കഴിഞ്ഞപ്പോഴേക്കും വന്ന് വിളിച്ച് എണ്ണീച്ചപ്പോൾ ഞങ്ങൾ ഞെട്ടിട്ടവനെ അവനെ കണ്ട് പിന്നെ പാക്കൊക്കെ ചെയ്യിപ്പിച്ച് നേരെ പോയി വണ്ടിക്കകത്ത് സാധനം കിട്ടിയിട്ടാ. അതെല്ലാം സെറ്റാക്കി നേരെ എയർപോർട്ടിൽ ചെന്നപ്പോഴാണ് ഞാൻ സാധനം കണ്ട് ഞെട്ടണത്. ആദ്യമായിട്ട് എയർപോർട്ടിൽ വരുമ്പോൾ ഇങ്ങനൊരു കാഴ്ച കാണുന്നത്. ഇതെന്തത് മാർക്കറ്റോ. ചെന്ന് കയറിയപ്പോഴേക്കും ചെക്കനെ മോന്തൊക്കെ മാറി തുടങ്ങിയിട്ടാ. അപ്പൊ അധികം നാൾക്ക് നല്ല വിഷമം വന്നു തുടങ്ങിയിട്ടാ. പക്ഷേ ഉണ്ടല്ലോ ആൾ പുറത്തോട്ടണല്ലോ. പിന്നെ നമുക്കറിയാലോ നമ്മുടെ ചെക്കന്റെ വിഷമം എന്താന്ന്. ഇത് മനസ്സിലാക്കി ഒരു ഒടുക്കത്തെ ഒരു ഹഗ്ഗും കൊടുത്ത് നേരെ ആൾക്ക് യാത്ര പറഞ്ഞുട്ടാ.